ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മൂന്നാമത്തെ പാഠഭാഗമായി വായിക്കേണ്ടിയിരുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എല്ലാവരും എടുക്കുക. വളരെ പ്രധാനപ്പെട്ട ചില വിഷയമാണ് കർത്താവ് സംസാരിക്കുന്നത്. ആ ഭാഗം എടുത്തു വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് മാളികമുറിയിൽ ഒരുമിച്ച് കൂടുകയും അന്ത്യ അത്താഴമായിട്ടുള്ള പെസഹ പെരുന്നാൾ ഒരുമിച്ച് ആഘോഷിക്കാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ ശിഷ്യഗണത്തോടുകൂടെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആ സന്ദർഭത്തിൽ താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതെന്നും എന്താണ് തൻ്റെ യഥാർത്ഥത്തിലുള്ള മിഷൻ അഥവാ ദൗത്യം എന്നുള്ളത് കർത്താവ് വളരെ കൃത്യമായി അവരെ പഠിപ്പിക്കും. അവർക്ക് അതിനെക്കുറിച്ചുള്ള വലിയ ഒരു ചിന്ത കർത്താവിൻ്റെ പ്രായോഗിക തലത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. എന്താണ് കർത്താവ് ചെയ്തത്? കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് പാദങ്ങൾ കഴുകിക്കൊണ്ട് ആ പാദങ്ങളെ തുടച്ചുകൊണ്ട് ഗുരുവും കർത്താവുമായ ഞാൻ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും തമ്മിൽ ശുശ്രൂഷിക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, മറ്റുള്ളവരെ വലിയവരായി ഉന്നതരായി കാണണമെന്നുള്ള വലിയ ഒരു പഠിപ്പീര് കർത്താവ് നൽകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, തൻ്റെ വാക്കിനാൽ സകലത്തെ ഉരുവാക്കിയവനായ കർത്താവ് ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്ന സകല പ്രപഞ്ചവും ഇതിലുള്ള സകലതും തൻ്റെ വാക്കിനാൽ ഉണ്ടാക്കിയവൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ശിഷ്യന്മാരുടെ കാൽക്കലിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, എന്തുമാത്രം മഹത്വപൂർണമായ ഒരു വെളിപ്പെടുത്തലാണ് തൻ്റെ ദൈവികത്വത്തിൻ്റെ പൂർണ്ണതയിൽ കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ചാണ് പിന്നീട് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താണ്? താൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. എന്നാലോചിച്ച് നോക്കി, ഒരു ദാസനെ പോലെ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അവരെ പഠിപ്പിക്കുകയാണ്. ഗുരുവും കർത്താവുമായ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നെങ്കിൽ നിങ്ങളും അന്യോന്യം ഇത് ചെയ്യും. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാധുര്യം, മനോഹരത്വം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന, മറ്റുള്ളവരെ ആദരിക്കുന്ന, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതുന്ന വലിയ ഒരു മഹത്വപൂർണമായ ജീവിതത്തിന്റെ ഉടമകളാണ് യേശു ക്രിസ്തുവിൽ വസിക്കുന്ന, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ളത്. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന അനുഭവം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവരെ വെറുക്കുകയല്ല, മറ്റുള്ളവരെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് പരത്തുകയല്ല, മറിച്ച് മറ്റുള്ളവരെ തങ്ങളെക്കാളും ശ്രേഷ്ഠരായി കരുതുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, അതാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന മാർഗം. അത് അനുഗമിക്കുവാനായിട്ടാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ച് ആക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള കർത്താവ് 14-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ പൂർണ്ണ ദൈവികത്വത്തെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് പിതാവായ ദൈവത്തെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും വളരെ കൃത്യമായി തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. 13-ാം അധ്യായം മുതൽ മാളിക മുറിയിൽ ശിഷ്യന്മാരോട് ചേർന്നിരുന്ന കർത്താവ് ശുശ്രൂഷിക്കുക മാത്രമല്ല, അവരെ കർത്താവ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പിതാവായ ദൈവം ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ ഫിലിപ്പോസ് യേശുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പിതാവിനൊന്ന് കാണിച്ചു തന്നാൽ മതി. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അതൊരു തത്വപരമായിട്ടുള്ള അല്ല, മറിച്ച് ദൈവത്വത്തിലെ ഏകത്വപരമായിട്ടുള്ള, ദൈവത്തിന്റെ ഒന്നായിരിക്കുന്ന പിതാവും പുത്രനും അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവുമായ ഏക സത്യ നിത്യദൈവത്തിലെ മൂന്നാളത്വങ്ങളെ വെളിപ്പെടുത്തുന്ന അനുഭവമായി. അതിനുശേഷം കർത്താവ് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളാരും ചഞ്ചലിച്ചു പോകരുത്, നിങ്ങളുടെ മനസ്സൊന്നും കുലുങ്ങിപ്പോകരുത്, മറ്റേതെങ്കിലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ക്ഷീണിതരായി പോകരുത്. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. എൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി
ഞാൻ ഒരുക്കാൻ പോവുകയാണ്. അത് ഒരുക്കപ്പെടുന്നത് ശിഷ്യന്മാരായ 12 പേർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് കർത്താവിൽ വിശ്വസിക്കുന്ന സകല മാനവർക്ക് വേണ്ടിയും കർത്താവ് ഒരുക്കാൻ പോകുന്ന സ്വർഗീയ ഭവനത്തെ കുറിച്ചുള്ള കൃത്യത നൽകുകയാണ്. അതാണ് യേശുവിന്റെ വിഷൻ. യേശുവിന്റെ ദൗത്യം എന്താണ്? സകല മനുഷ്യരെയും സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുക എന്നുള്ളതാണ്. സകല മനുഷ്യരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് വിചാരിച്ച് പിതാവായവൻ പുത്രനായ യേശുവിനെ തന്ന് നമ്മളെ തന്റെ ജീവനാൽ വില കൊടുത്ത് വാങ്ങിയതായ ആ യേശു കർത്താവ് ആരും തന്നെ നശിച്ചു പോകാതെ എല്ലാവരും സ്വർഗരാജ്യത്തിൽ കാണപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവരെ പഠിപ്പിക്കുന്നത്. 14-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ യേശു പറഞ്ഞു, വരുവിൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആ ശുശ്രൂഷ അവിടെ അവസാനിപ്പിച്ച് വീണ്ടും ശിഷ്യഗണത്തോടൊപ്പം പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കർത്താവ് അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഫലപ്രദമായ ചില ഉപദേശങ്ങളാണ്. അവര് എങ്ങനെ ആയിരിക്കണം തന്നെ അനുഗമിക്കേണ്ടത്, തന്നിൽ വസിക്കേണ്ടത് എന്നുള്ള നിരന്തരമായ ദൈവത്തിൽ വസിക്കുവാനുള്ള നിർദ്ദേശമാണ് 15-ാം അധ്യായത്തിൽ കർത്താവ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അവിടെ വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ? എന്താ മുന്തിരിവള്ളി? മുന്തിരിയിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? മുന്തിരിവള്ളിയിൽ എന്താ ഉണ്ടാവും? മുന്തിരിങ്ങ ഉണ്ടാവും. എന്തിനാ മുന്തിരിങ്ങ ഉപയോഗിക്കുന്നത്? മുന്തിരിങ്ങ എന്തിനാ ഉപയോഗിക്കുന്നത്? വൈനുണ്ടാക്കാൻ മാത്രമാണ്. മുന്തിരിങ്ങ തിന്നാൻ, ജ്യൂസ് അടിക്കാനും നമ്മൾ തിന്നാനും ഒക്കെ ഉപയോഗിക്കും അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭോജ്യമാണ്, ആളുകൾക്ക് പാനീയമാണ്. വില കൂടിപ്പുള്ളതാണ്, കുറച്ച് വില കൂടുതലേ നമുക്ക് കൂടെ കിട്ടുള്ളൂ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുന്തിരി എന്ന് പറയുന്നത് അതൊരു ഇവിടെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ഈ വാക്ക് വളരെ പരിചയമാണ്. ഈ മുന്തിരിവള്ളി എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥത്തിൽ, തനാക്കിൽ, പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം 5-ാം അധ്യായം എടുത്താണ്. യെശയ്യാവ് 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ ഒരു പാട്ട് ഇസ്രായേൽ ജനത്തെ കുറിച്ച് പാടുന്നു. അത് ഈ മുന്തിരിവള്ളിയായിരിക്കുന്ന, മുന്തിരിത്തോട്ടമായിരിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. അതൊരു മനോഹരമായ പാട്ടാണ്. യെശയ്യാവ് 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാം അധ്യായം എടുത്തോ. 1-ാം വാക്യം മുതൽ വായിച്ചേ. ഞാൻ എന്റെ പ്രിയതമെന്ന് അവന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. ഒരു പാട്ട് പാടുകയാണ്. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു നല്ല മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഈ മുന്തിരിത്തോട്ടം എങ്ങനെ ഉണ്ടായത്? ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായതല്ല. ഈ മുന്തിരി വള്ളിയെ എവിടുന്നോ ആരോ കൊണ്ടുവന്നാണ്. അതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. വായിച്ചേ. യിരെമ്യാവ് 2:21. എവിടുന്നാണ് ഈ മുന്തിരിവള്ളി കൊണ്ടുവന്നത്? വായിച്ചേ. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ. താഴോട്ട് വായിച്ചേ. നല്ല മുന്തിരിവള്ളിയായിട്ട് കൊണ്ടുവന്ന് നട്ടിരിക്കുകയാണ്. പക്ഷേ ഈ നല്ല മുന്തിരിവള്ളിയെ കൊണ്ടുവന്നത് പ്രിയതമന് പാടുന്ന പാട്ടിൽ യെശയ്യാ പ്രവചനത്തിൽ തന്നെ പറയുകയാണ്, മിസ്രൈമിൽ, ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ നിങ്ങളെ ഞാൻ വിളിച്ചു കൊണ്ടുവന്ന് ഈ ഫലപ്രദമായ ദേശത്ത് നിങ്ങളെ നട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ നല്ല ഫലം കായ്ക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ കായ്ക്കുന്ന എങ്ങനത്തെയാണ്? പ്രാവശ്യം വായിച്ചത് വേലി കെട്ടി അതിലെ കള്ളി പറ്റിക്കളഞ്ഞു. നല്ല മുന്തിരിവള്ളി നട്ടു. നോക്കണം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്ന വിശേഷപ്പെട്ട മുന്തിരിവള്ളി, യെശയ്യാവ് 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്ന ഏറ്റവും നല്ല മുന്തിരിവള്ളി. ഇത് നട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ല ഫലം കായ്ക്കാൻ വേണ്ടി നടപ്പെട്ടതായിട്ടുള്ള ഈ മുന്തിരിവള്ളിയിൽ നിന്ന് താഴോട്ട് നടുവിലൊരു ഗോപുരം പണിതു.
ഒരു ചക്കു കിട്ടും, മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. മുന്തിരിങ്ങ കായ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. നല്ല കൂട്ടായി. ഇസ്രായേലിന്റെ അനുഭവത്തിൽ നിന്ന്, അടിമത്തത്തിന്റെ അനുഭവത്തിൽ നിന്ന് വില കൊടുത്ത് കൊണ്ടുവന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള ദേശമല്ലാത്ത ദേശത്ത് സ്വന്തമായ ഒരു ദേശമായി അതിനെ അവകാശമാക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. അവിടെ അവർക്ക് കഴിക്കേണ്ടതായ എല്ലാ വസ്തുക്കളും ദൈവം കൊടുത്തു, പാർക്കേണ്ടതായ ഭവനം കൊടുത്തു. അവർ കുഴിച്ചിട്ടില്ലാത്ത കിണറുകളിൽ നിന്ന് വെള്ളം കോരി കുടിക്കുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം കൊടുത്തു. എല്ലാ നന്മകളും അവർക്ക് ലഭിച്ചു. പക്ഷേ അവരെ കൊണ്ടുവന്നത് വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ്. നല്ല നല്ല മുന്തിരിവള്ളിയായിട്ടാണ് അവരെ കൊണ്ടുവന്ന് നട്ടത്. പക്ഷേ അവർ കായ്ച്ചത് എങ്ങനത്തേതാണ്? കാട്ടുമുന്തിരി. എന്താ അതിന്റെ അർത്ഥം? അവര് ജീവനുള്ള ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് പകരം അവരെന്ത് ചെയ്യുന്നറിയാമോ? മിഥ്യാമൂർത്തികളിലും ബാൽ വിഗ്രഹങ്ങളിലും മറ്റു പല വിഗ്രഹങ്ങളെയും തങ്ങളുടെ ദൈവങ്ങളാക്കി തീർത്തുകൊണ്ട് അവയ്ക്കെല്ലാം പൂജാഗിരികൾ പണിയുകയും അവിടെയെല്ലാം പോയി മുട്ടുകൾ കുത്തി അവയെല്ലാം കുമ്പിട്ട് വണങ്ങുകയൊക്കെ ചെയ്ത ഒരു വലിയ മ്ലേച്ഛ അനുഭവം ദേശത്തുണ്ടായി. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയതമയോട് എന്ത് ചെയ്യും എന്നുള്ള ഒരു വാണിംഗും കൂടെ ആ 5-ാം അധ്യായത്തിൽ യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ പറയുന്നു. ഞാൻ എന്ത് ചെയ്യും? അവരെ ഞാൻ കുറുക്കന്മാർക്ക് വിട്ടുകൊടുക്കും, അവരെ ഞാൻ ശത്രുക്കൾക്ക് കൈവശപ്പെടുത്തി കൊടുക്കും. അത് ഓർത്തോണം. ദൈവമക്കളായി എന്നെയും നിങ്ങളെയും യേശു കർത്താവ് വില കൊടുത്ത് വാങ്ങിയിട്ട് ദൈവത്തിന്റെ മക്കളെന്നുള്ള അവകാശത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ കർത്താവിനോട് കൂടെ ചേർത്തിരിക്കുകയാണ്. ഇതിന് തത്തുല്യമായ മറ്റൊരു ആലങ്കാരിക പദം കൂടെ നമുക്ക് റോമാലേഖനം 11-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അവിടെ കാട്ടൊലിവായിരുന്ന നമ്മളെ വെട്ടിയെടുത്ത് നല്ല ഒലിവിനോട് ചേർത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ നമ്മളൊക്കെയും വിശേഷപ്പെട്ട മുന്തിരിവള്ളികളായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് തന്റെ ശിഷ്യന്മാരിലൂടെ നമുക്ക് ഈ വലിയ ഉപദേശം തരുന്നത്. എന്താണ് ഉപദേശം? അവിടെ പറയുകയാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. ഒന്നാമതായിട്ട് യേശു ക്രിസ്തുവാണ് സത്യ മുന്തിരിവള്ളി. യേശു ക്രിസ്തുവാണ് സത്യ മുന്തിരിവള്ളി. ഞാനും നിങ്ങളും വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ മുന്തിരിവള്ളിയുടെ പല ബ്രാഞ്ചസ് ആയിട്ട്, പല ശാഖകളായിട്ട് മാറുകയാണ്. നമ്മൾ ഓരോരുത്തരും ശാഖകളായിട്ട് മാറുകയാണ്. മുന്തിരിവള്ളിയിലല്ല മുന്തിരിങ്ങ കായ്ക്കുന്നത്. പിന്നെ എവിടെയാ കായ്ക്കുന്നത്? ശാഖകളിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്നെയും നിങ്ങളെയും കർത്താവ് മുന്തിരിവള്ളിയായ ആ കർത്താവിൽ ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിലനിർത്തിയിരിക്കുന്നത്? ഫലം കായ്ക്കാനായിട്ട്. ഈ അധ്യായത്തില് 8 പ്രാവശ്യം ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. 8 പ്രാവശ്യം ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. മലയാളം ബൈബിളിൽ 6 പ്രാവശ്യം ഒക്കെ ഫലം എന്നുള്ള ആ പദം കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഒറിജിനൽ ഗ്രീക്കില് 8 പ്രാവശ്യം അതിനെ കുറിച്ച് പറയുന്നു. ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം, വിശേഷപ്പെട്ട ഫലം കായ്ക്കണം. ഇതാണ് എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം സങ്കടപ്പെട്ടതുപോലെ കായ്ച്ചു നോക്കിയപ്പോൾ എങ്ങനത്തേതായി പോയി? തിരുക്കുട്ട, എങ്ങനത്തെ ഫലമായിരുന്നു? കാട്ടുമുന്തിരിങ്ങ. ആർക്കും തിന്നാൻ പറ്റില്ല. അത് വലിയ വിഷമുള്ളതായിട്ട് മാറുന്നു. അതുപോലെയാണ് പല വിശ്വാസികളുടെയും അനുഭവം എന്ന് പറയുന്നത്. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു, കർത്താവിനാൽ വില കൊടുത്ത് വാങ്ങപ്പെട്ടു, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നിണത്താൽ കർത്താവിന്റെ ശരീരത്തോട് ഒട്ടിച്ച് ചേർത്തു. അതൊക്കെ ശരിയാണ്. പക്ഷേ കായ്ക്കുന്നത് എങ്ങനത്തേതാണ്? കായമാണ്. കായ്ക്കുന്നത് എങ്ങനത്തെയാണ്? കാട്ടുമുന്തിരി. വേറെ ചില ആളുകള് കായ്ക്കൊന്നുമില്ല, ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക. പാരസൈറ്റിന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക. എന്നാൽ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങളൊരു കണ്ടീഷനുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? ഇവിടെ പറഞ്ഞിരിക്കുന്നു 4-ാം വാക്യം. 4-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഫലം കായ്ക്കണമെന്ന് താല്പര്യമുണ്ടോ? മനോജെ, നീ ഫലപ്രദമായ ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരണമോ എങ്കിൽ എന്ത് ചെയ്യണം? 4-ാം വാക്യം വായിച്ചേ. കർത്താവിൽ വസിക്കണം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ
സ്വയമായി കായ്ക്കുവാൻ പറഞ്ഞാൽ സ്വയമായി ഫലം കായ്ക്കുവാൻ. ആ പദം ഫലം എന്നുള്ള പദം അവിടെ ഇല്ല. ഫലം ഒറിജിനൽ വാക്കിനുണ്ട്. സ്വയമായി ഫലം കായ്ക്കാൻ കഴിയുകയില്ല. ഓർത്തോണം, നല്ല ഫലം കൊടുക്കുവാനായി ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം കരയത്തക്കവണ്ണമുള്ള ഫലം കായ്ക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ദൈവമക്കൾ കർത്താവിൽ വസിക്കണം. കർത്താവിൽ കർത്താവിൽ വസിക്കണം. പല ആളുകളും കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. ഇസ്കരിയോത്ത് യൂദ എന്റെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു കഥാപാത്രമാണ്. ഇസ്കരിയോത്ത് യൂദയെ കർത്താവിനോടുകൂടെ 3 വർഷത്തിന് മേലെ നടന്നതാണ്. 3 വർഷത്തിന് മേലെ ഇസ്കരിയോത്ത് യൂദയും യേശുവിന്റെ കൂടെ നടന്നതാണ്. പക്ഷേ നല്ല ഫലമുണ്ടായോ? എങ്ങനത്തെ ഫലമാണ് കായ്ച്ചത്? കാട്ടുമുന്തിരി നശിപ്പിക്കുന്നത്, ഒറ്റിക്കൊടുക്കുന്നത്, വില വാങ്ങി ഒറ്റിക്കൊടുക്കുന്ന അനുഭവമായിരുന്നു ഇസ്കരിയോത്ത് യൂദയുടെ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിനെ അനുഗമിച്ചു എന്നുള്ളത് കൊണ്ടോ, പള്ളിയിൽ പോയി എന്നുള്ളത് കൊണ്ടോ, പ്രാർത്ഥനയിൽ ഇരുന്നു എന്നുള്ളത് കൊണ്ടോ, ദാനധർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ടോ ആർക്കും കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെയാ സാധിക്കുന്നത്? പിന്നെ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ വസിക്കണം. എന്താ ഈ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? 14-ാം അധ്യായത്തിലേക്ക് വരാം. 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അവിടെ എന്താണ്? യേശു അവരോട് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. പിന്നെ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മിൽ വസിക്കുന്ന അനുഭവമാണ്. കർത്താവ് നമ്മിൽ വസിക്കണം. നമ്മിൽ കർത്താവ് വസിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനം പ്രമാണിക്കണം. കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ ആചാരങ്ങൾ അനുഷ്ഠിപ്പീൻ. അല്ലെ? ചില ആളുകൾക്ക് ആചാരത്തിൽ ഭയങ്കര താല്പര്യം. ഞായറാഴ്ച എന്ന് പറയുന്നത് ആചാര ദിവസമാണ് ചില ആളുകൾക്ക്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വലിയ ആചാരമാണ്. വേറെ ചില ആളുകൾക്ക് ആന എഴുന്നള്ളിച്ച് പള്ളി പെരുന്നാൾ നടത്തുന്നത് വലിയ ആചാരമാണ്. കതിനാവെടി വെക്കുന്നത് വലിയ ആചാരമാണ്. അമ്പെഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത് വലിയ പള്ളി പെരുന്നാളിലൊക്കെ അമ്പെഴുന്നള്ളിച്ച് ഞങ്ങൾക്ക് ഇത്ര അമ്പ്, അല്ലേ സാറേ, ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിന് ഇത്ര അമ്പ് എഴുന്നള്ളിച്ച് ഞങ്ങള് എന്നൊക്കെ ചില ആളുകള് വലിയ ശക്തമായ വാചകത്തിൽ കൂടെ പറയും. എൻ്റെ ഒരു സ്നേഹിതൻ, മഞ്ചേരിയിലുള്ള ഒരു സ്നേഹിതൻ പള്ളി പെരുന്നാൾ നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മള് ഈ ജനത്തിന്റെ മധ്യത്തിൽ വച്ചാകാൻ പറ്റൂല. നമ്മുടെ പെരുന്നാൾ ഗംഭീരമാക്കണം. കർത്താവ് അതാണോ പറഞ്ഞത്? കർത്താവ് പള്ളി പെരുന്നാൾ നടത്താനാണോ പറഞ്ഞത്? കർത്താവ് ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ നടത്താനായിട്ടാണോ ദൈവമക്കളെ വിളിച്ച് വേർതിരിച്ച് അവന്റെ ശരീരത്തോട് ചേർത്തിരിക്കുന്നത്? ആണോ? അല്ല. പിന്നെ അതിനു വേണ്ടിയിട്ടാണ് കർത്താവിന്റെ വചനം പ്രമാണിക്കണം. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏകവും പ്രത്യക്ഷമായ തെളിവ് കർത്താവിന്റെ വചനം നിങ്ങളിലുണ്ടോ എന്നുള്ളതാണ്. കർത്താവിന്റെ വചനം നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ കർത്താവിന്റെ വചനം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഫലം പുറപ്പെടുവിക്കും. ആ ഫലമാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ വചനം പ്രമാണിപ്പീൻ. ദൈവത്തിന്റെ വചനം പാലിക്കണം. അങ്ങനെ പാലിക്കുന്നവർ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പോലെ അത് ആ ഫലം ഉണ്ടാക്കും. എന്താണ്? ആത്മാവിന്റെ ഫലമോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വാസസ്ഥലമായ ഇവിടെ യേശു കർത്താവ് പറഞ്ഞു, ഞാനും എന്റെ പിതാവും നിങ്ങളോട് കൂടെ വസിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കും. അപ്പൊ ത്രിയേക ദൈവത്തിന്റെ വാസസ്ഥലമായ എന്റെയും നിങ്ങളുടെയും ശരീരം, ഈ ശരീരത്തിൽ നിന്ന്, ഈ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം അതെന്താണെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുകയാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, the fruit of the spirit
is love. സ്നേഹമാണ് ആത്മാവിന്റെ ഫലം. ആ സ്നേഹമാകുന്ന ഫലത്തിന്റെ വിവിധ ഇതളുകൾ, ഒരു ഓറഞ്ചിന് പല ഇതളുകൾ ഉള്ളതുപോലെ, മുസാമ്പിക്ക് പല ഇതളുകൾ ഉള്ളതുപോലെ, ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സ്നേഹത്തിന് പല ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? താഴോട്ട് പറഞ്ഞിരിക്കുകയാണ്. സന്തോഷം. സന്തോഷം എന്നല്ല ശരിക്കും അതിന്റെ ജോയ് എന്ന് പറഞ്ഞിട്ട് ആനന്ദം എന്നാണ്. ആനന്ദം. ആനന്ദം, എപ്പോഴും സന്തോഷിക്കുവാൻ, എപ്പോഴും ആനന്ദിക്കുവാൻ കഴിയുന്ന ഒരനുഭവം. ആനന്ദം. നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടെങ്കിൽ എപ്പോഴും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സ്തുതി അർപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ സ്നേഹമാകുന്ന ഫലമുണ്ട്. ആനന്ദം മാത്രമേ ഉള്ളൂ. ആനന്ദം, സമാധാനം. സമാധാനം. ഈ സമാധാനം ആരുടെ കോൺട്രിബ്യൂഷനാണ്? ആരുടെ സംഭാവനയാണ്? യേശു കർത്താവ് പറഞ്ഞത്. യേശു എന്താ പറഞ്ഞത്? ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല. ലോകത്തിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാവുന്ന, വില കൊടുത്ത് വാങ്ങിക്കാവുന്ന, ഇത് നമ്മുടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ, ദാഹിക്കുന്ന ഏവരും വരുവിൻ, വന്നിട്ട് എന്ത് ചെയ്യണം? വില കൊടുക്കാതെ നിങ്ങളുടെ ദാഹം അകറ്റുവാൻ, വിശപ്പടക്കുവാനുള്ള ഈ സാധനം വാങ്ങി, ഈ വെള്ളം വാങ്ങി ഭക്ഷിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശപ്പും ദാഹവും കെടുക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ജീവജലം തരുന്ന കർത്താവ്, സമാധാന പ്രഭുവായ യേശു നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആത്മാവിന്റെ ഫലത്തിന്റെ പ്രത്യേകതയാണ് സമാധാനം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഈ സമാധാനം മാത്രമേ ഉള്ളൂ. സമാധാനം, ദീർഘക്ഷമ. അയ്യോ, അത് മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ കൂട്ടാ, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആളു ക്ഷമിക്കാൻ എനിക്ക് കഴിയണില്ല, അല്ലേ? ചില കാര്യത്തിൽ നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാം. പക്ഷേ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി അജീതെ എങ്ങനെയായിരിക്കും? ക്ഷമിക്കുന്ന വ്യക്തിയായിരിക്കും. ക്ഷമിക്കാൻ കഴിയും. എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്ത് വൈരാഗ്യം ഉണ്ടെങ്കിലും ക്ഷമിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ദയ. ദയ കാണിക്കാൻ അത് ആരെങ്കിലും പറഞ്ഞിട്ട് പഠിപ്പിക്കണ്ട. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവൻ മറ്റുള്ളവരോട് ദയയുള്ളവരായിരിക്കും. അടുത്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനാണ് അതിന് എപ്പോഴും സന്നദ്ധരായിരിക്കും. ഉപകാരം ചെയ്യുന്ന, അനുഭവം ഉപദ്രവിക്കുന്നവരല്ല, ഉപകാരം ചെയ്യുന്നവർ. പിന്നെ വിശ്വസ്തരായിരിക്കും. ജോലി കാര്യങ്ങളിൽ, ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാം വിശ്വസ്തത പാലിക്കാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കും. അത് ആത്മാവിന്റെ ഫലത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു അനുഭവമാണ് വിശ്വസ്തരായിരിക്കുക എന്നുള്ളത്. പിന്നീട് സൗമ്യത. സൗമ്യത, അല്ലെ? സൗമ്യത എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ എന്താണ്? തല കുരിച്ചിട്ട് നടക്കണം എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെയല്ല. അത് നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ വെളിപ്പെടേണ്ടുന്ന ഒന്നാണ് ഈ സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യത. പിന്നെ ഇന്ദ്രിയജയം, സെൽഫ് കൺട്രോൾ. പല ടെംപ്ടേഷൻസ്, പലതരത്തിലുള്ള പരിശോധനകൾ, പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്നതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ശക്തിയാണ് ഇന്ദ്രിയജയം. അതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാണുവാനും കേൾക്കുവാനും ഒക്കെ സാധിക്കുന്ന കാര്യം. എന്നാൽ ഇതിന് വിപരീതമായ ഒരു കാര്യം 19-ാം വാക്യം മുതൽ പറഞ്ഞിട്ടുണ്ട്. അതേ അധ്യായത്തിൽ ഗലാത്യർ 5:19 മുതൽ ആത്മാവിന്റെ ഫലമല്ലാത്ത ചില ഫലമുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തികളാണ്. അതെന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, കൂടോത്രം, മന്ത്രം, അതൊക്കെ ചെയ്യുന്നത്. പിന്നെ പകയും, പിണക്കം, ജാരശങ്ക, കോപം, ക്രോധം, പിന്നെ ശാഠ്യം, ഇതെല്ലാം ദ്വന്ദ്വപക്ഷം. ഇങ്ങനെ ഉള്ള ഒരുപാട് പ്രവൃത്തികൾ അതിലുണ്ടാകും. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാത്തവരുണ്ടാകും. അപ്പോൾ യേശുക്രിസ്തുവിൽ വസിക്കാന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടുക എന്നാണ്. യേശുവിന്റെ ശരീരത്തോട് അനുരൂപപ്പെടുക. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ അവര് യേശുക്രിസ്തുവിനോട് അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തോട് അകൽച്ച വന്നപ്പോൾ മറ്റു പലതിനെ അവര് വിദ്യാമൂർത്തികളായിട്ട് സ്വീകരിച്ചതിന്റെ ഫലമായിട്ട്
അവരെ വെട്ടിക്കളഞ്ഞു. അവരെ ആ വേലിയെല്ലാം പൊളിച്ച് മറ്റുള്ളവർ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഇടയാക്കി തീർന്നു. ഒരു കാര്യം ഓർത്തോളം, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ആ വ്യക്തിയെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പക്ഷെ ആ വ്യക്തിയെ ഈ ലോകത്തിന്റെ കാലഗതികൾ നയിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിലെ യജമാനന്മാരാണ് ആ വ്യക്തിയെ നയിക്കുന്നതെങ്കിൽ, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് ആ വ്യക്തിയെ പറിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ, അതിന്റെ അർത്ഥം ആ വ്യക്തിയിൽ ജഡത്തിന്റെ പ്രവൃത്തികളായിരിക്കും, ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവരായിരിക്കും അവർ എന്നുള്ളത് മറന്നുപോയി. നമ്മള് എത്ര വലിയ ശക്തി പ്രകടനം നടത്തിയാലും അല്ലെ, ഞങ്ങൾ 10,000 പേരുണ്ട്, 10 ലക്ഷം ആളുകളുണ്ട്. ഇന്ത്യയിൽ ഇപ്പം ഒരു മാത്യുഷാമ്പൽ എന്ന് പറഞ്ഞ ഒരാള് അവർ നടത്തിയ പഠനത്തിന്റെ അനുസരിച്ച് അവർ പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയില് ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. അതുകൊണ്ട് ഇഷ്ടംപോലെ ക്രിസ്ത്യാനികൾ അങ്ങനെ ക്രിസ്തീയ പെരുപ്പം കാണിച്ചോ, എണ്ണം കാണിച്ചിട്ടോ, സമുദായ ശക്തി കാണിച്ചിട്ടോ ഒന്നും തെളിയിക്കപ്പെടേണ്ടുന്ന ഒന്നല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ വിജയകരമായി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നുകൊണ്ട് തെളിയിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തിൽ യേശുവിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ശുശ്രൂഷകൾ, എന്റെ പ്രവൃത്തികൾ അതെല്ലാം തന്നെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതല്ല. മറ്റുള്ള ഒരു വ്യക്തി എന്നെ ഭരിക്കാനോ നയിക്കാനോ അല്ല ഞാൻ സമ്മതിക്കുക, മറിച്ച് ദൈവാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാനായിരിക്കും ഞാൻ അനുവദിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചത്, കർത്താവിൽ വസിച്ചാൽ മാത്രമേ 4-ാം വാക്യത്തിൽ 15-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ കർത്താവിൽ വസിച്ചാൽ മാത്രമേ നമുക്ക് എന്നുള്ളൂ ഫലം കായ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നിട്ട് 5-ാം വാക്യത്തിലേക്ക് വരികയാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ആത്മാവിന്റെ ഫലം, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. അപ്പൊ നമ്മളെ ഫലമുള്ളവരായി തീരണമെങ്കിൽ കർത്താവിൽ വസിക്കണം. കർത്താവിൽ വസിക്കുമ്പോൾ അവൻ നമ്മളെ കൂടുതൽ ഫലമുള്ളവരാക്കാൻ വേണ്ടി ചെത്തി വെടിപ്പാക്കും. അതാ പറഞ്ഞത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയും. കർത്താവിന് ആരും ആ കൊമ്പൊക്കെ കർത്താവിന്റെ കൂടെ നടക്കുന്നവരാ. പേര് കൊണ്ടൊക്കെ എന്തുകൊണ്ട്, മത്തായിന്ന് പേരുണ്ട്, അന്നമ്മാന്ന് പേരുണ്ട്, ചാക്കോച്ചൻ എന്നൊക്കെ പേരൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ എന്തോ ഇല്ല, കർത്താവിൽ വസിക്കത്തില്ല. കർത്താവിൽ വസിക്കാതെ ആചാരങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. അനുഷ്ഠാനങ്ങളെല്ലാം മുറപ്പ് പോലെ നടത്തുന്നു, ഒരു കുഴപ്പം വരുത്തുന്നില്ലായിരുന്നു. ഞാൻ കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്നപ്പോൾ, മട്ടന്നൂർ ഉള്ളപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം, ഏത് പുള്ളിക്കാരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടുത്തെ പയ്യന്റെ കല്യാണം, ഇച്ചിരി പ്രായമുള്ള ആളാണ്, ഞാൻ ആലോചിച്ചൊരു കല്യാണമാണ്. അപ്പോൾ നടത്താനായിട്ട് ചെന്നപ്പോൾ പയ്യന്റെ പെങ്ങളെ കെട്ടിച്ചിട്ടൊന്നുമില്ല, അവർക്ക് ഒത്തിരി പ്രായമില്ല. അപ്പോൾ ഈ പെൺകൊച്ച് വന്ന് ഇറങ്ങിയത് കാറിന്റെ ഇടതുഭാഗത്ത് ഇത് കണ്ടു, പെങ്ങള് വെച്ച് കണ്ടു. അവള് ഓടി, കൊച്ചൊന്നുമല്ല, പെങ്ങള് കണ്ടു. അവളെ കൊണ്ട് ഓടി വന്ന് കയറി വണ്ടിയൊക്കെ കാണും. അവളെ വണ്ടിയൊക്കെ ഞാൻ സമയമായല്ലോ, ഇതുകൂടെ ഉള്ളൂ കല്യാണം തുടങ്ങാൻ, എന്തായിരിക്കും ഞാനിങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ ആ പള്ളിക്ക് ചുറ്റും റൗണ്ടും കൂടെ അടുപ്പിച്ചിട്ട് അവളെ വലതുവശത്ത് ആലോചിച്ച് എന്തൊരു ചിട്ട. അതെല്ലാം കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നീട് ഞാൻ ഹൗസിലേക്ക് ചെന്നപ്പം അവരോട് ചോദിച്ചു, അല്ല നീ അങ്ങനെ ചെയ്ത് എന്തിനാണ് അങ്ങനെ ചെയ്തത്? പറഞ്ഞു, അതെ നമ്മുടെ ആചാരമാണ്, ആചാരത്തിനൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. പല ആളുകളും അങ്ങനെ ആചാരത്തിൽ കുട്ടിക്ക് കിടക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അങ്ങനെയുള്ള ആചാര വസ്തുക്കളെല്ലാം കൂടെ വൃത്തിയാക്കി എന്തോ ചെയ്യും, അവരെല്ലാം കൂടെ ചെത്തിപിടിപ്പാക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, അവരൊന്നും ഫലം കായ്ക്കല, ഫലം കായ്ക്കാത്ത അവരെല്ലാം കൂടെ എടുത്ത് എന്തോ ചെയ്യും, തീരും. ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള കർത്താവ് ഓർപ്പിക്കുന്നു. ദൈവമക്കൾ ഓർത്തോണം, നമ്മൾ കർത്താവിൽ വസിക്കാതെ ഇരുന്നാൽ, പള്ളിയിൽ പോയി അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ചേ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും കർത്താവിന്റെ ന്യായവിസ്താരത്തിന്റെ സമയത്ത് 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അവൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം മുട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി എങ്ങോട്ടിടും? വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുന്ന പോലെ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തിനിരിക്കുന്നതും കണ്ടു.
എന്നിട്ട് പുസ്തകങ്ങളൊക്കെ പുസ്തകങ്ങൾ തുറന്നിട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നമ്മുടെ കർത്താവ് തന്നെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ലിബറൽ തിയോളജിയൻസ് ഒക്കെ പറയുന്നത് ഈ സ്വർഗത്തിലെ എല്ലാവരും സ്വർഗത്തിലോട്ടൊക്കെ പോകും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെയും നരകത്തിലോട്ടൊന്നും വിടുകയല്ല. മാത്രമല്ല നരകത്തിലെ ഈ കിടാത്ത തീയും ചാകാത്ത പുഴു എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അത് മനസ്സിലാക്കി തരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ശിക്ഷാവിധി, നിത്യശിക്ഷാവിധി കർത്താവിൽ വസിക്കാത്ത ഏത് വ്യക്തികൾക്കുമാണ്. അവരെത്ര ഉന്നത സ്ഥാനം സഭകളിൽ വഹിച്ചവരാണെങ്കിലും ശരി, അവർക്കുമുണ്ട്. എത്ര മനോഹരമായി ഈ ലോകത്തിൽ പാടിയവരാലും പ്രസംഗിച്ചവരായിരുന്നാലും ഒക്കെ അവർക്ക് എല്ലാവർക്കും ഈ ശിക്ഷാവിധിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ക്രിസ്തുവിൽ വസിക്കുന്നില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന എന്താണ്? ശിക്ഷാവിധി. അച്ഛൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല, വചനത്തിലുള്ള കാര്യം പറയുക, വചനത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നാം കർത്താവിൽ വസിച്ചാൽ മതി, ആരും പേടിക്കണ്ടേ. നമ്മൾ കർത്താവിൽ വസിച്ച് കർത്താവിന് ഹിതമായ തരത്തിലുള്ള ഫലം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? മാത്രമല്ല, അങ്ങനെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നടക്കും. എന്താണ്? അതാണ് 7-ാം വാക്യത്തില് 7-8. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. കർത്താവിൽ വസിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് തക്കതായ സമയത്ത് ദൈവത്തമ്പുരാൻ മറുപടി തരികയും ചെയ്യും. നമ്മളെ പ്രാർത്ഥിക്കുന്ന കർത്താവ് വളരെ ഉറപ്പ് തരുന്നുണ്ട്. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. കർത്താവ് ചെയ്തു തരുന്നതാണ്. അതിന് നമ്മൾ ആരെയും കൂട്ടുപിടിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചില ആളുകൾ ഉണ്ട്. ആരെയും ഒക്കെ കൂട്ടുപിടിക്കാതെ അച്ഛനെ കൂടെ കൂട്ടുപിടിച്ച് ദൈവത്തോട് ചോദിച്ചാൽ കല്ലറ ഞാൻ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തമ്പുരാൻ കേട്ടില്ലല്ലോ. സുബി ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കൂല്ലേ, നമുക്ക് അച്ഛനോടൊന്ന് വിളിച്ചു പറയാം. ചില പ്രാർത്ഥന ഗ്രൂപ്പുകളുണ്ട്. അവിടെ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, 50,000 കൊടുത്തു കഴിഞ്ഞാൽ, 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ പല സ്റ്റാൻഡേർഡാണ്. വേറെ ചില സ്ഥലങ്ങളുണ്ട്, ഒരു പത്രം വാങ്ങിക്കൊണ്ട് വന്ന് അതൊന്ന് അരച്ച് കലക്കി കുടിച്ചാൽ, അപ്പം വെച്ചിട്ട് അപ്പം ചുട്ടി തിന്നാൽ ഒക്കെ കിട്ടുമെന്നുണ്ട്. ഇതൊന്നും ദൈവവചനത്തിനോട് ചേർന്നതല്ല, ദൈവവചനത്തിന് വിരുദ്ധമാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെ പിതാവ് പുത്രൻ മഹത്വപ്പെടുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് പറഞ്ഞു. അത് മറന്നുപോയി. കർത്താവ് ചെയ്തു തരുവാൻ കർത്താവ് പ്രാപ്തനാണ്. അവൻ നമുക്ക് രക്ഷയെ തരുവാൻ കഴിയുമെങ്കിൽ, അവൻ നമുക്ക് നിത്യജീവനെ തരുവാൻ കഴിവുണ്ടെങ്കിൽ, ഈ നിത്യജീവൻ ദാനമായി തന്നവൻ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അല്പം ബുദ്ധി ഉപയോഗിച്ചാൽ പോരെ, അല്പം ജ്ഞാനം നമ്മളൊന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലേ? പലപ്പോഴും ആളുകൾക്ക് ഈ സത്യത്തിൽ നിന്ന് അവരെ വ്യതിചലിച്ച് കൊണ്ടുപോകുന്നത് സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടു പോകുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിനകത്ത് ആരും കുടുങ്ങിപ്പോവാൻ വളരെ ശ്രദ്ധിക്കണം. വിശ്വാസികൾ, ക്രിസ്തീയ വിശ്വാസികൾ, കർത്താവിൽ വിശ്വസിക്കുന്നവര് അവർക്ക് ജീവിക്കാനുള്ള പ്രമാണമുണ്ട്. അവർ ജീവിക്കുന്നതായ ജീവിത ശൈലിയുണ്ട്. അതിനകത്ത് കർത്താവ് ഒരിക്കലും മായം ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടും. 8-ാം വാക്യത്തിൽ 2-ാമത്തെ കാര്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഫലം കായ്ക്കാനുള്ള കൊതിയോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ ഫലം കായ്ക്കുവാൻ, ക്രിസ്തുവാകുന്ന ഫലം കായ്ക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്ന ആളുകൾക്ക് സാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിതാവ് മഹത്വപ്പെടും. എന്റെ പിതാവ് മഹത്വപ്പെടും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലും നമ്മൾ ഇതേ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് അവിടെ വളരെ കൃത്യമായിട്ട് 5-ാം അധ്യായത്തിൽ ഒരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? 5-ന്റെ 16-ാം വാക്യം ഒന്നെടുത്ത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്, ഫലപ്രദമായ ജീവിതം കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ വെളിച്ചത്തിന്റെ പ്രവൃത്തികളായിരിക്കണം, ഇരുട്ടിന്റെ പ്രവൃത്തികളായിരിക്കണം. ഇരുട്ടിന്റെ പ്രവൃത്തികളാണ് കൊലപാതകം,
സഹോദരനെ പകയ്ക്കുക, സഹോദരന്മാരെ കൊല്ലുക, സഹോദരന്മാർക്ക് എതിരെ അനീതിയും അക്രമവും ഉരുവാക്കുക, എല്ലാം മ്ലേച്ഛതകളും ചെയ്യുക, ഇതെല്ലാം ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. പക്ഷെ ദൈവ മക്കളെ സംബന്ധിച്ച്, കർത്താവിൽ വസിക്കുന്നവരെ സംബന്ധിച്ച് അവർ വെളിച്ചത്തിന്റെ പ്രവൃത്തി എപ്പോഴും ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്ന പ്രവൃത്തികളാണോ ഉള്ളത്, അതോ ഇരുട്ടിന്റെ പ്രവൃത്തികളാണോ ഉള്ളത്? ആത്മാവിന്റെ ഫലമാണോ എന്നിലുള്ളത്, ജഡത്തിന്റെ പ്രവൃത്തികളാണോ എന്നിലുള്ളത്? ഞാൻ സാക്ഷാൽ സത്യമുദ്രയുള്ളയായ ക്രിസ്തുവിൽ വസിക്കുന്നുണ്ടോ, അതോ എന്നെ വെട്ടിക്കളയത്തക്കവണ്ണം ഞാൻ കാട്ടുമുന്തിരിക്ക കായ്ക്കുന്ന, മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തുന്ന, കർത്താവിന്റെ നാമത്തെ ദുഷിക്കുന്ന ഒരു വ്യക്തിയാണ്?